വെൽക്കം ബാക്ക് ടു ടെൽമീസ് ഡയറി. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിനെ പറ്റി എടുക്കാനാണ്. ഫോൾ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ ഫോളെന്ന്. ഇവിടുത്തുകാർക്ക് മനസ്സിലാവുമായിരിക്കും കേട്ടോ. നാട്ടിലൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഇല പൊഴിയും ശിശിരം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓട്ടം സീസണൊക്കെ പറ്റി പഠിച്ചിട്ടില്ലേ? അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഏറ്റവും ആദ്യം എക്സാമ്പിൾ പറയണത്, ഓട്ടം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം എക്സാമ്പിൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ റബ്ബറിൻ്റെ ഒക്കെ ഇല പൊഴിയുന്നില്ലേ, അതാണ് ഓട്ടം സീസൺ എന്നാണ്. ആ ടൈമിനെയാണ് ഓട്ടം സീസൺ എന്നാണ് അവർ പറഞ്ഞു തന്നേക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല കൊഴിയുന്ന മരങ്ങൾ നമുക്ക് പെട്ടെന്ന് നോട്ടീസബിളായിട്ട് നമുക്ക് അങ്ങനെ അത് കുറവാണ്, വളരെ കുറവാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ഒക്ടോബർ നവംബർ ടൈമിൽ, സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ടൈമിൽ ഇവിടുത്തെ എല്ലാ ഇലകളുടെയും പച്ച ഇലകളുള്ള എല്ലാ മരങ്ങളും തന്നെ വിൽക്കുന്നത് തന്നെ ഒരു മഞ്ഞ, ചുമപ്പ്, പല കളറായിട്ട് നല്ല രസം അത് കാണാനായിട്ട്. ഫോൾ കാണാൻ വേണ്ടി തന്നെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ടൂർ പോലെ നല്ല ഏരിയ ഒക്കെ നോക്കി പോകുന്ന കാണാറുണ്ട്. ഞങ്ങളിപ്പോൾ അധികം ദൂരത്തോട്ടേക്കൊന്നും പോയിട്ടില്ല. ഇവിടെ അടുത്തുള്ള ചെറിയ പാർക്കിൽ വന്നു. പിന്നെ അതുപോലെ റോട്ടിലെ മരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഫോളിൻ്റെ ഭംഗി എന്താണെന്ന് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ആസ്വദിക്കാമല്ലോ എന്ന് കരുതി. അവതാർ മൂവി കണ്ടിരിക്കുമല്ലോ. ഈ ലൊക്കേഷൻ, ഈ സ്ഥലം കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആ അവതാർ മൂവി കണ്ടൊരു ഫീലാണ്. അതിനകത്തുള്ള ഈ കളർഫുൾ ആയിട്ടുള്ള വലിയ വലിയ മരങ്ങളും, ഈ മരത്തിന് ഇപ്പോൾ പൊക്കം കണ്ടോ, നോക്കി അതിൻ്റെ പൊക്കമൊക്കെ കണ്ടോ, എന്ത് രസം നോക്ക്. നല്ല വലിപ്പമുള്ള മരങ്ങളാണ്.
പഴക്കമുള്ള മരങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. നല്ല വണ്ണവും പൊക്കമൊക്കെ ഉണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് മഹാഗണിത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മലയാറ്റൂര്. അവിടെ ഉണ്ട് ഇതുപോലെ നല്ല വലിയ പൊക്കമുള്ള മരങ്ങളൊക്കെ. പക്ഷെ ഇത്രയും തടിയുണ്ടോ എന്ന് അറിയത്തില്ല. എന്നാലും അവിടെയും കാണാൻ പറ്റും ഇങ്ങനത്തെ വലിയ വലിയ മരങ്ങൾ. ഞാനിവിടെ നിൽക്കുമ്പോൾ മനസ്സിലോട്ട് വരുന്ന പാട്ടെന്ന് പറഞ്ഞാൽ ഇല പൊഴിയും ശിശിരത്തിൻ ചെറുകിളികൾ വരവായി. നിറയെ കിളികളുടെ ശബ്ദമാണ്. നിങ്ങൾക്ക് എന്തുമാത്രം കേൾക്കാൻ പറ്റില്ലെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഈ പാർക്കിൽ നോർമലി ചിൽഡ്രൻസ് പാർക്ക് പോലെയല്ല, നിറയെ പ്രകൃതിയുടെ ഈ മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അപ്പോൾ നല്ല രസമാണ്. പ്രത്യേകിച്ച് ഓട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു പാർക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാൻ പറ്റിയിരിക്കും പല കളർ ഇലകൾ. അതായത് മഞ്ഞയും ചുവപ്പാണ് മെയിനായിട്ട് വരുന്നത്. അതെല്ലാം ഇവിടെ പൊഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വെറ്റായിട്ട് കിടപ്പുണ്ട്. എന്നാലും നല്ല രസം ഇത് കാണാൻ, പൊഴിഞ്ഞിങ്ങനെ കിടക്കണം കാണാനായിട്ട്. ഈ മരത്തിൻ്റെ ഇലകളൊക്കെ ഓൾമോസ്റ്റ് പോയി കഴിഞ്ഞു കേട്ടോ. ഇവർ വിൻ്ററിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഇലകളും ഇങ്ങനെ പൊഴിച്ചു വെച്ചേക്കുക. നമ്മൾക്കുണ്ടല്ലോ ഈ ഓട്ടം സീസണിലെ എല്ലാ മരങ്ങളും നോക്കുമ്പോൾ അതിനകത്ത് ഇലകളെല്ലാം ഏകദേശം പൂക്കൾ പോലെ നമുക്ക് തോന്നാം. വിൻ്ററിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ കളറൊക്കെ മാറി ഇങ്ങനെതെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഈ മരത്തിലാണെങ്കിൽ നിറയെ കിളിക്കൂടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ നിറയെ കിളികളുടെ കുഞ്ഞു കുഞ്ഞു കൂടുകൾ കാണാൻ പറ്റും നമുക്ക്. ഇതാ ഈ മരം നോക്കിക്ക്. നമ്മൾ ഈ മുത്തശ്ശി കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള മുത്തശ്ശിമരം എന്നൊക്കെ പറയത്തില്ലേ, അതേ ഒരു ലുക്കാട്ടോ. ശരിക്കും ഒരു വയസ്സായ ഒരു പ്രായം ചെന്നൊരു മരത്തിൻ്റെ ഒരു ലുക്ക്. ഇതുമേലെയൊന്നും ഇല്ല കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം തന്നെ പോയി.